പിണറായി വിജയൻ്റെ മകൾ വീണയുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ED റെയ്ഡിന് വന്നപ്പോൾ അന്നുണ്ടായ ആ സംഘടിത ആക്രമണം, അതിൻ്റെ അന്വേഷണം മുതിർന്ന നേതാക്കളിലേക്ക് നീങ്ങുകയാണ്. അന്ന് തൊട്ട് തന്നെ എല്ലാവരും പ്രകടിപ്പിച്ച ഒരു സംശയം ഉണ്ടായിരുന്നു, ബിനീഷ് കോടിയേരിക്ക് ഇതിനകത്ത് എന്താണ് പങ്ക് എന്നുള്ളത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഈ ആക്രമണ കേസിൽ പ്രതികളായിട്ടുള്ള IP ബിനു അടക്കം മിക്ക പ്രതികളും ബിനീഷ് കോടിയേരിയുടെ അടുത്ത സുഹൃത്തുക്കളാണ്. മൊത്തം 25ഓളം പ്രതികളാണ്. 25 പേര്. ഇപ്പം എല്ലാ ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പം ജാമ്യം കിട്ടുന്നത് 67 ദിവസത്തിന് ശേഷമാണെന്ന് ഓർക്കണം ഇവർക്ക് ജാമ്യം കിട്ടുന്നത്. കാരണം അത്ര കാലം അവർ കടക്കേണ്ടി വന്നു. അന്ന് തൊട്ട് എല്ലാവരും പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ബിനീഷ് കോടിയേരിയുടെ കരങ്ങളുണ്ട്, ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ബിനീഷ് കോടിയേരിക്ക് EDയോട് കലിപ്പുണ്ടായിട്ടോ അല്ലെങ്കിൽ ഇവരെ കരുതിക്കുട്ടി ആക്രമിക്കണമെന്നോ ഒന്നുമല്ല. ബിനീഷ് കോടിയേരി ലക്ഷ്യപ്പെട്ടത് പിണറായി വിജയനെയാണ് എന്നുള്ള ഒരു കണക്കൂട്ടൽ നമ്മൾ തന്നെ ഇവിടെ ഈ പല ചർച്ചയിലും, ജസ്റ്റിനില്ല, ഞാൻ രാജ്മോഹൻ ചേട്ടനും ഞാനും കൂടെ നടത്തിയ ചർച്ചയിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിനുള്ള ലക്ഷണങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അന്നത്തെ ആ സമരം നമ്മൾ ലൈവായിട്ട് കണ്ടവർക്ക് അറിയാം. ഇവരെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ ഈ V ജോയിയും അവരൊക്കെ ആരും അക്രമം നടത്തരുത്, എല്ലാവരും സമാധാനമായിട്ട് പിരിഞ്ഞു പോകണം എന്ന അഭിപ്രായക്കാരായിരുന്നു. ഇതിനിടയിൽ എങ്ങനെ ഈ അക്രമം നടന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. അവിടെയാണ് ബിനീഷ് കോടിയേരിയുടെ സാന്നിധ്യം സംശയിച്ചത്. അന്ന് പക്ഷെ ബിനീഷ് കാണിച്ചത് ഒരു അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് വണ്ടി ആക്രമിക്കുന്നവരെ പിടിച്ചു മാറ്റുന്ന ഒരു വീഡിയോ ഒക്കെ അന്ന് മാധ്യമങ്ങൾ പുറത്ത് വിടുന്നു. അപ്പോൾ ഒരുപക്ഷെ പുറത്ത് ഇത്തരത്തിലൊരു ചർച്ച വരുമ്പോൾ ഞാനിതിൽ ഭാഗമല്ല എന്ന് വരുത്തി തീർക്കാൻ അന്നേ അദ്ദേഹം കളിച്ചൊരു നാടകമല്ലേ എന്ന് ഒരു ചോദ്യമില്ലേ? അല്ല, ഈ ശരിക്കും ഈ ED അന്വേഷണത്തിന് പിന്നിൽ പോലും ബിനീഷിൻ്റെ കരങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നതല്ല, അതിനുള്ള സൂചനകളുണ്ട്. ബിനീഷിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഷോൺ ജോർജ്. ഇവരൊന്നിച്ചാണ് LLB പഠിച്ചത്. അതിനൊപ്പം തന്നെ ഇവരൊന്നിച്ചാണ് ഒരു ലോ ഫേം എറണാകുളത്ത് ഹൈക്കോടതിക്ക് സമീപം ഇവരൊന്നിച്ചാണ് ഒരു ലോ ഫേം നടത്തുന്നത്. ഈ കാര്യങ്ങളെല്ലാം കാണിച്ച് പരാതി കൊടുക്കുന്നതും EDക്ക് പരാതി കൊടുക്കുന്നതും എല്ലാം ഷോൺ ജോർജാണ്. അത് ഓരോ തവണയും ഈ പരാതി കൊടുത്തതിന് ശേഷം ഷോൺ ജോർജ് വ്യക്തമായ രീതിയിൽ ഇത് ബ്രീഫ് ചെയ്യാറുണ്ട്. കാരണം ഈ സാധനങ്ങളെല്ലാം ഇത് ഇന്നയാണ് കാര്യങ്ങൾ. ഇപ്പോൾ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പിണറായി വിജയൻ കോഴ മേടിച്ചതാണ്. ആ കോഴ വീണ വിജയൻ്റെ കമ്പനിക്കിലൂടെ ആണ് കൊണ്ടുവന്നത്. ഇതിനകത്ത് തട്ടിക്കൂട്ടുണ്ടാക്കിയ കമ്പനിയാണിത്. ഇതെല്ലാം കൊണ്ടുവരുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ അതിനകത്ത് വലിയൊരു പ്രതികാരത്തിൻ്റെ കഥ ഉണ്ട്. ഇപ്പോൾ ബിനീഷ് കോടിയേരിയെ ദുരന്തർ എന്നാണ് വിളിക്കുന്നത്. 2 ദുരന്തർമാരാണ് CPMലുള്ളത്. അതൊന്ന് ബിനീഷ് കോടിയേരിയും മറ്റൊന്ന് നികേഷ് കുമാറുമാണ് എന്നാണ് പറയുന്നത്. ഏതാണ്ട് ഇവരുടെയൊക്കെ ഈ പെരുമാറ്റം, ഇവർ നടത്തുന്ന ആക്ടിവിറ്റീസും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് അങ്ങനെ തോന്നുകയുള്ളൂ. ഈ ബിനീഷ് കോടിയേരിയുടെ മുമ്പ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന കേസ് വന്ന പശ്ചാത്തലത്തിൽ അതായത് ഈ 2ാം പിണറായി സർക്കാർ ഒന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ആ സമയത്ത് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആണ്ടത് കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി ബാലകൃഷ്ണൻ ഇത് മുഖ്യമന്ത്രിയാക്കും എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകനെ ഇവർ ലഹരി കേസിൽ കൊടുക്കുന്നത്. ബംഗളൂരുവിലെ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ബിനീഷ് കോടിയേരി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 വർഷത്തോളം അയാൾ ജാമ്യം പോലും കിട്ടാതെ ബംഗളൂരുവിലെ ജയിലിൽ കിടക്കുകയാണ്. ഈ 1 വർഷത്തിനുള്ളിൽ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചു? ബിനീഷ് കോടിയേരി അറസ്റ്റിലായതിനു പിന്നാലെ ബിനീഷ് കോടിയുടെ വീട്ടിൽ EDയുടെ റെയ്ഡ് ഉണ്ടായി. പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കേണ്ടി വന്നു. ആ സമയം കൊണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നു. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി വന്നു. അദ്ദേഹത്തിന് ആവശ്യമുള്ള മന്ത്രിസഭാംഗങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോകുന്നു. ഈ മനോവേദന, ഈ മകൻ ജയിലിൽ കിടക്കുന്നതിൻ്റെ അടക്കമുള്ള മനോവേദനയെ തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ അന്തരിക്കുന്നു. അദ്ദേഹത്തിന് രോഗം ഉണ്ടാവുകയും അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. പിന്നീടാണ് സത്യത്തിൽ ഈ പണികളെല്ലാം ഇങ്ങോട്ട് വരുന്നത്, ഈ പിണറായിക്കെതിരെ. മാത്രമല്ല അന്ന് കോടിയേരി ബിനീഷിന്റെ കാര്യത്തിൽ അദ്ദേഹം നിഷ്പക്ഷമായിട്ട് തന്നെയാണ് അദ്ദേഹം അന്ന് നിലപാട് സ്വീകരിച്ചത്. കാരണം പാർട്ടിയുടെ അനുഭാവിയല്ല, അതുകൊണ്ട് കേസ് അതിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ന്യായമായ നിലപാട് അന്ന് സ്വീകരിച്ചത്. പക്ഷേ വീണ വിജയന്റെ കാര്യത്തിലേക്ക് വന്നപ്പോഴത്തേക്കും പിണറായി വിജയനും CPMും പാർട്ടി ഒന്നടങ്കം ഒരു സംരക്ഷണ കവചം ഒരുക്കുന്ന തരത്തിലേക്ക് മാറി. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, അത് 2 പേരും, കോടിയേരി ആണെങ്കിലും പിണറായി ആണെങ്കിലും CPMന്റെ ഉന്നതരായ നേതാക്കൾ പക്ഷേ 2 പേരുടെ മക്കൾക്ക് കിട്ടുന്ന 2 നീതി. അവിടെയാണ് കാര്യം. ഇതാണ് അന്ന് ഈ കോടിയേരി പറഞ്ഞത്, മകൻ്റെ ഇത് വെച്ചിട്ട് അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറി നിൽക്കുന്ന ആ സമയത്ത് പിണറായി വിജയൻ പറഞ്ഞത്, ഇത് കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിക്കുന്നത്, അവരുടെ കയ്യിൽ എന്തൊക്കെ തെളിവുണ്ടെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ ആൾക്കാണ്. ആ ആൾക്കിൻ്റെ മകൾക്ക് വേണ്ടിയാണ് EDയെ ആക്രമിക്കാൻ ഇവിടെ വരുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം,
ഇത്രയും മുതിർന്ന ലീഡേഴ്സ് അവിടെ നിന്ന് ഇത് കൈകാര്യം ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ അപ്രതീക്ഷിതമായിട്ടൊരു ആക്രമണം വരുന്നത്. ഈ ആക്രമണത്തിലൊന്നും ഈ നേതാക്കൾക്ക് പങ്കില്ല. ഇത് വേറൊരു ഗ്യാങ് ആണ് വന്ന് ഇത് ആക്രമിക്കുന്നത്. അപ്പോൾ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ബിനീഷ് കോടിയേരിയെ എന്ത് വന്നാലും തിരിച്ച് പാർട്ടിയിൽ എടുക്കില്ല എന്ന നിലപാടിലായിരുന്നു ആരാ? പിണറായി വിജയനും എം വി ഗോവിന്ദനും. എം വി ഗോവിന്ദന് താല്പര്യം ഉണ്ടായിരുന്നു ഇയാളെ എടുത്താൽ കൊള്ളാമെന്ന്, പക്ഷേ എങ്കിൽ പോലും പിണറായി വിജയൻ സമ്മതിക്കത്തില്ല. പക്ഷേ ഈ ആക്രമണം നടന്ന് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ പിറ്റേന്ന് ഇയാളെ തിരിച്ചെടുത്തു. ആരെയാ? ബിനീഷ് കോടിയേരി പാർട്ടിയെ തിരിച്ചെടുത്തു. കാരണം തിരിച്ചെടുക്കാൻ അവർ നിർബന്ധിതരായി. ഇനി ഇവൻ്റെ കാര്യത്തൊന്നും ശല്യം, ഇവർക്ക് കാര്യം മനസ്സിലായി. അതായത് എം വി ഗോവിന്ദനും പിണറായി വിജയനും അടക്കമുള്ളവർക്ക് കാര്യം മനസ്സിലായി, പണി മറ്റാൻ്റെ ഭാഗത്തു നിന്നാണ്, അവനാണ് ഈ കയറി പണിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയ ഒറ്റ ഒരാളെ പോലും സന്ദർശിക്കാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനോ പിണറായി വിജയനോ എം വി ഗോവിന്ദനോ തയ്യാറാകാതിരുന്നതും അതുകൊണ്ടാണ്. ഇപ്പൊ കറങ്ങിത്തിരി ഇ ഡി അന്വേഷണം ബിനീഷിലേക്ക് എത്തിയിരിക്കുക. അതെ, ഇ ഡി അന്വേഷണം അല്ല, ഈ കുറ്റകൃത്യത്തിന്റെ അന്വേഷണമാണ്. അതായത് കഴിഞ്ഞ ദിവസം ഇ ഡി കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു, ഈ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചനക്കാരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു കോടതിയിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഇന്നത്തെ വന്നിരിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ബിനീഷിന് പങ്കുണ്ടോ എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹത്തിലേക്ക് അന്വേഷണം നീളുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത. ഈ 67 ദിവസം 25 പേര് ജയിലിൽ കിടന്നെങ്കിലും ബിനീഷ് കോടി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചു. അതായത് ഈ ആക്രമണം നടന്നത് ഇ ഡിക്ക് കലിപ്പ് കൂടി. അവർ നേരെ പിണറായി വിജയന്റെ മകൾക്കെതിരെ നടപടി ഘടിപ്പിച്ചു. പിണറായി വിജയന്റെ അടക്കം വസ്തുക്കൾ കണ്ടുകെട്ടാനുള്ള സംവിധാനം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇത് ഉടനെ തന്നെ ഇതിൻ്റെ അടുത്ത നടപടിക്രമമായിട്ട് ഇത് ഉണ്ടായിക്കൂടായികയില്ല. അതിനൊപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു? ഈ ഇ ഡി ആക്രമിച്ചത് വലിയ തോതിൽ അപലപിക്കപ്പെട്ടു. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനങ്ങളിലെ ഇ ഡി ആക്രമണം അനാവശ്യമായിരുന്നു എന്നുള്ളത് വന്നു. അവർക്ക് വരെ തള്ളി പറയേണ്ടി. അതെ, മാത്രമല്ല CPM-ന്റെ ഇമേജ് നഷ്ടമായി, പിണറായി വിജയൻ്റെ ഇമേജ് നഷ്ടം. പിണറായി വിജയൻ മാത്രമല്ല, അവിടെ നിന്ന് ഈ ആൾക്കാരാണ് വെള്ളമൊക്കെ തന്നെ പിണറായി വിജയൻ അന്ന് വാർത്താ സമ്മേളനം പോലെ അവിടെ നടത്തിയിട്ട് കൈ ഉരുട്ടി നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുമെന്നും പറഞ്ഞ് വലിയ ആഹ്വാനമൊക്കെ ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ ആക്രമണം നടക്കുന്നത്. അത് കാരണം നഷ്ടങ്ങളെ ഇദ്ദേഹത്തിന് ഉണ്ടാവുള്ളൂ, പിണറായി വിജയന് നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ. ബിനീഷ് കോടിയേരിക്ക് ഈ 25 പേര് 67 ദിവസം ജയിലിൽ കിടന്നു. അദ്ദേഹവും ബിനീഷും ഉദ്ദേശിച്ചതിന് അപ്പുറത്തോട്ട് ഈ സംഭവം പോയിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, IP വിനു വന്നിട്ട് വലിയ കവറിനകത്ത് മുട്ടയും മേടിച്ചുകൊണ്ട് വന്ന് കറങ്ങിയായിരുന്നു എറിയുന്നത്. ഓരോന്നും എറിഞ്ഞ് ഇതിലെ എല്ലാം എറിഞ്ഞത് എത്രത്തോളം ഇ ഡിയെ പ്രകോപിപ്പിക്കാവോ അതിനാണ് അവർ ശ്രമിച്ചത്. ആ ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ഫലപ്രാപ്തിയിലെത്തി. പക്ഷേ 68 ദിവസം കിടക്കേണ്ടി വന്നു. പിണറായി വിജയനെ ഏറ്റവും നിസ്സഹായനാക്കിയ സംഭവം ഈ ഇ ഡി ആക്രമണം. അന്ന് ബിനീഷിന് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചോ അതേ നഷ്ടങ്ങൾ ഇന്നത്തെ ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെട്ടു. അതെ, ഇത് അന്ന് തൊട്ട് നമ്മൾ പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ CPM അല്ല, ബിനീഷ് കോടിയേരി അദ്ദേഹത്തിൻ്റെ അണികളുമാണ്. അതിലേക്ക് അന്വേഷണം എത്തും. അതിലേക്കാണ് ഇപ്പോൾ അന്വേഷണം വന്നത്. ബിനീഷിൻ്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് ഒക്കെ അവർ പരിശോധിക്കാൻ പോകുന്നു. പക്ഷേ അതിനകത്ത് കാര്യമൊന്നുമില്ല. ഈ വാട്സപ്പ് കോൾ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് കണ്ടുപിടിക്കാനും പറ്റില്ല. പക്ഷേ സംഭവം ഏതാണ്ട് ആ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ബിനീഷ് കോടിയേരിയുടെ മൊഴി ഉടനെ എടുക്കും എന്നാണ് കേൾക്കുന്നത്. അതിന് പിന്നാലെ ആയിരിക്കും ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ കിട്ടിയ ബിനീഷ് കോടിയേരിക്കെതിരെ ചിലപ്പോൾ അറസ്റ്റും ഉണ്ടായിക്കൂടായികയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.